ഒന്നുമില്ലായ്മയിൽ നിന്ന് യൂട്യൂബിലൂടെ ജീവിതം മാറ്റിമറിച്ച ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മഴക്കാലത്താണ് എൻ്റെ ഉപ്പ മരിക്കുന്നത്. ഏകദേശം 6-7 മാസത്തിൻ്റെ അടുത്തായി. എൻ്റെ കല്യാണത്തിനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കൂടിയായിരുന്നു. പക്ഷെ എൻ്റെ ഉപ്പ മരിച്ച ടൈമിൽ ഒരു 200 പേര് പോലും വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ മയ്യത്തിൻകട്ടിൽ ഇങ്ങനെ ഞാനും എൻ്റെ അളിയനും ഇവരൊക്കെ ഈ ഒരു ഇടവഴിയിലൂടെ കയറ്റി ഇങ്ങനെ പോകുമ്പോൾ മനസ്സിൽ 2 വിങ്ങലുള്ളത്. അന്ന് ഞാൻ തീരുമാനിച്ച് എൻ്റെ വാപ്പൻ്റെ ഒരു സിറ്റുവേഷൻ, അതായത് വാപ്പനെ കൊണ്ടുപോയ ഒരു സിറ്റുവേഷൻ ഇനി എൻ്റെ പെരയിൽ ഇനി വേറെ ആർക്കും വരരുത് എന്നുള്ളൊരു ദിവസം. ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന കസാല ഉണ്ടല്ലോ, എൻ്റെ ഒപ്പം ഇരുന്നിരുന്ന കസാല, പക്ഷെ ഇന്നും ഈ കസാല അനാഥയാണ്. ഈ ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് വാപ്പാക്ക് കയറാൻ പറ്റില്ല എന്ന് നോക്കുമ്പോൾ അത് വലിയൊരു സങ്കടം തന്നെയാണ്. എല്ലാവരും ജീവിക്കുന്ന ഒരു ജീവിതം കിട്ടിയത് ഈ ഒരു വീട്ടിൽ നിന്നാണ്. അപ്പൊ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ ചുമര. ഇതാ എന്റെ ഉയർച്ചകളാട്ടോ. അതായത് കുറച്ച് പൈസ വന്നപ്പോ ഞാൻ ഈ വീട് പൊക്കണം എന്നുള്ളതായിരുന്നു. പിന്നെ ആ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉപ്പായൊക്കെ വരുമ്പോൾ കൈ ഫാനുമൊക്കെ എത്ര വട്ടം തട്ടിയിട്ട് കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഉപ്പാന്റെ മരണമൊക്കെ ഈ റൂമിലായിരുന്നു. മയ്യത്ത് കുളിപ്പിക്കലും, അതായത് ഈ റൂമിലാണ് എൻ്റെ ഉമ്മ ഇരിക്കാന്ന് പറയും. 4 മാസം 10 ദിവസം പുറത്തൊന്നും കാണാതെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര ഒരു സിറ്റുവേഷനാണ് അത്. ഉപ്പാക്ക് ഈ വീടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിം പോലും ഇവിടെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന ഇഷ്ടമല്ല. അപ്പോൾ അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇതാണ് എൻ്റെ ഫുൾ ഫാമിലി ഗൈസ്. ഇനിയാണ് കിച്ചണിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രോ തുടങ്ങുന്നത്. ഹേ ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തുടങ്ങും. ഇവിടെ ക്യാമറ വെക്കും. ഇവിടെ ക്യാമറ വെച്ചിട്ട് അങ്ങോട്ട് പിടിക്കും. അതാണ് അടുപ്പ്. വീഡിയോയിലൊക്കെ നമ്മൾ ഇൻഡോ 5 ഇടുമ്പോൾ വലിയ അടുക്കളയിട്ട് പോകും. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ മൊത്തം ജീവിതവും കഥയും, അതായത് തുടക്കമൊക്കെ ഇവിടുന്ന. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ എനിക്കൊരിക്കലും വേറൊരു വീട് വെക്കാൻ പറ്റുന്നോ, വീട് വെക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഒരു വലിയ വീട് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. യൂട്യൂബ് എന്ന് പറയുന്നത് ചിലർക്കൊരു നേരം പോക്കായിരിക്കാം. മറ്റു ചിലർക്ക് അതവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു മാജിക്കാണ്. കഷ്ടപ്പാടുകളിൽ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്ന് യൂട്യൂബിലൂടെ ജീവിതം മാറ്റിമറിച്ച ഒരാളുടെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. മലയാളികൾക്കെല്ലാം സുപരിചിതനായ നൗഫൽ TKD ആൻഡ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാവരുടെയും പ്രിയതമരായി മാറിയ ഒരു കുടുംബത്തിലേക്കാണ് നമ്മളിന്ന് എത്തുന്നത്. കണ്ടുനോക്കാം. ഹലോ ഹലോ. പുറത്തിരുന്ന് കുറെ കഥകൾ പറഞ്ഞ് നമുക്ക് അകത്തേക്ക് കയറിയല്ലോ. ഞാനൊക്കെ ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേ എനിക്ക് സത്യത്തിൽ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നമുക്ക് ജീവിതമൊക്കെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നൗഫലിനെ പോലത്തെ ചില ആൾക്കാരെ കണ്ടപ്പോഴാണ് എനിക്ക് അതിനകത്ത് അങ്ങ് വിശ്വാസമായത്. ഇതല്ലേ ആദ്യത്തെ വീട്? ഈ സത്യത്തിൽ ഇതല്ല ആദ്യത്തെ വീട്. ഇത് ഉമ്മന്റെ നാടാ. ആദ്യത്തെ വീട് പാലക്കാടാ. അതാണ് ഉപ്പന്റെ നാടുള്ളത്. അവിടുന്ന് ഞങ്ങള് ഇങ്ങോട്ട് മാറിയതാ. നൗഫലായി മാറിയ ഒരു വീട് ഇതല്ലേ? ഇതാണ് അല്ലേ? ഈ വീട്ടിലെ ഓരോ കാര്യങ്ങൾക്കും ഓരോ കഥ പറയാനുണ്ടാവില്ലേ? ഈ വീട്ടിലിരുന്നിട്ടാണ് ഓരോന്ന് ഞാൻ നേടിയിട്ടുള്ളത്. ഇത് ചുമര് നോക്കിയാൽ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ ചുമരുമ്പോ ഇത് ഇതിന്റെ ഓരോ ഉയർച്ചകളുണ്ട്. നമ്മളെ സ്കെയിൽ ഇങ്ങനെ പൊന്തിക്കണ മാതിരി. ഹൈ ജമ്പിന് ഓരോ ചാട്ടം ചാടുമല്ലോ, അതിനിങ്ങനെ ഓരോ ഓരോ സ്റ്റെപ്പാണല്ലോ. അതുപോലെ ഈ വീടിന് ഓരോ സ്റ്റെപ്പ് ഉണ്ട്. ആദ്യം ഷീറ്റ് ഇട്ടൊരു വീടായിരുന്നു. അപ്പൊ അതിൻ്റെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നമ്മളതൊരു ഓടിട്ട വീടാക്കി. അതിനും ശേഷം വലിയ ഓടാക്കി. നമുക്ക് നോക്കാം. എനിക്ക് നിങ്ങളോട് നേരത്തെ തന്നെ ഒരു പെയിൻഫുൾ ട്രൂത്ത് പറയാനുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷയോടെ ഉമ്മേനും കൂടെ കാണാലോ എന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നിരുന്നത്. പക്ഷെ ചില പ്രത്യേക പേഴ്സണൽ റീസൺസ് കൊണ്ട് ഉമ്മ ഇന്ന് ഇവിടെ ഇല്ല. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ നൗഫലിനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഉമ്മ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ഇവിടെ നടക്കൂല. കാരണം ഉമ്മക്ക് ഒന്നും പാടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. കാരണം ഉമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ അവിടെ വീട് വലിയ മാളിക വെച്ചാലും ഉമ്മാക്കായാലും എനിക്കായാലും ഇപ്പൊ ഈ വീട്ടിനോടുള്ള അറ്റാച്ച്മെന്റും നിങ്ങളിപ്പോ ആദ്യം ആ വീട്ടിലൊന്ന് ജസ്റ്റ് കണ്ടു. അവിടെ വന്നപ്പോഴാണോ ഇവിടെ വന്നപ്പോഴാണോ കൂടുതൽ ഉള്ള സത്യം പറയാലോ സമാധാനവും സന്തോഷവും ഇവിടെ കൂടുതലാന്ന് എനിക്ക് തോന്നി. അതായത് എത്ര മാളിക കിട്ടിയാലും നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ്, അതായത് നമ്മളവർക്ക് വീട്ടിൽ എന്തും ഉണ്ടാക്കിയെടുക്കാം, പോസിറ്റീവ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല. ഈ വീട്ടിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷം ഏതായിരുന്നു? ഏറ്റവും സന്തോഷം നിമിഷം ഏതാ വെച്ചാൽ ഒന്നിന്റെ പെങ്ങളുടെ അതായത് കല്യാണം, പിന്നെ എൻ്റെ കല്യാണം. അതായത് ഞങ്ങള് സത്യം പറഞ്ഞു കഴിഞ്ഞാല്
ഇപ്പം എൻ്റെ മൂത്ത സിസ്റ്റർ തമിഴ്നാട്ടിലാണ് കല്യാണം കഴിച്ച്, ചെറുത് എന്താണ് കൊല്ലത്താ, ഞാൻ കോഴിക്കോട്. അടുപ്പം കല്ല് വെച്ചന്മാര് മൂന്ന് സ്ഥലത്താ. പക്ഷെ എന്നാലും എന്താന്ന് വെച്ചാൽ എല്ലാവരും ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് കുറച്ച് നിമിഷങ്ങൾ നമുക്കിവിടെ കിട്ടി. കാരണം പട്ടിണിയിൽ നിന്നും ഒക്കെ നല്ലൊരു എല്ലാവരും ജീവിക്കുന്ന ഒരു ജീവിതം കിട്ടിയത് ഈ ഒരു വീട്ടിൽ നിന്നാണ്. അപ്പൊ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. അത് തന്നെയാണ്. പക്ഷെ ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ വരുന്നു, നമ്മൾ നമ്മുടെ നിലവാരം മാറുന്നു എന്നൊക്കെ കാണുമ്പോഴത്തേക്കും ചില ആൾക്കാർ നമ്മളെ കുത്തി പറഞ്ഞിട്ടുണ്ടാവില്ലേ? അങ്ങനെയുള്ള വേദനയും ഒരുപക്ഷെ ഈ വീട്ടിൽ തന്നെ ഇരുന്ന് അനുഭവിച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ ഈ ഇരിക്കുന്ന കസാല ഉണ്ടല്ലോ, സത്യം പറഞ്ഞത് ഇന്റെ കസാലല്ല, ഇത് ഈ വീട്ടിലെ കാരണവരായ എൻ്റെ ഒപ്പം ഇരുന്നിരുന്ന കസാല. പക്ഷെ ഇന്നും ഈ കസാല അനാഥയാണ്. അതായത് നമുക്കിപ്പോ നമ്മളൊരു വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ ഉമ്മറക്കോലായിൽ വാപ്പയും അടുക്കളപ്പുറത്ത് ഉമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ദുനിയാവിൽ ഒരു മനുഷ്യന്റെ നിരകഥ. നമുക്ക് എന്തും അവരോട് എന്തും പറയാം, കാരണം അവരൊരിക്കലും നമ്മൾ ഇട്ട് പോകില്ല. ഇവരിപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ എന്തെന്നെ വലിയ ഇത് ചെയ്താലും അവർ നമ്മളെ കൂടെ ഉണ്ടാവും, കാരണം അവരെ മക്കളാണ് നമ്മൾ. പക്ഷെ നമ്മളെന്താക്കും, അത് നമുക്കപ്പോൾ ആ നേരത്ത് അതാണ് ഇതാണെന്ന് പറയും. പക്ഷെ നമ്മളെ വിട്ടു പോകുന്ന നിമിഷമാണ് നമ്മൾ അവരെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഇതാക്കാനൊക്കെ നോക്കുക. അപ്പം അങ്ങനത്തെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നല്ലൊരു നിലയിലെത്തിയിട്ടും ഇത്രയും നല്ലൊരു വീട് വെച്ചിട്ടും ഈ ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് വാപ്പാക്ക് കയറാൻ പറ്റില്ല എന്ന് നോക്കുമ്പോൾ അത് വലിയൊരു സങ്കടം തന്നെയാണ്. പക്ഷെ ഉപ്പക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വരുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ഉപ്പ ആയാലും ഉമ്മ ആയാലും ഓല് ഈ വീടിനോട് ഭയങ്കര അറ്റാച്ച്മെന്റാ. അതായത് ഉമ്മ എപ്പോഴും ഈ വീട്ടിൽ നിന്ന് പോക്കില്ല. 5 മണിക്കൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ കുക്കിങ്ങാ. എന്നിട്ട് ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്, കോഴിക്കുട്ടിയുണ്ട്. ഞാൻ പറഞ്ഞു ഇതിറ്റകളൊക്കെ അങ്ങോട്ട് കൊടുന്നൂടെ? ഇല്ല, അത് ഈ വീട് നാശാവുള്ളൂ. സംഭവം അതല്ല. കാരണം എന്താ വെച്ചാൽ അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം മാത്രമാണ്. ഈ ഉപ്പയുടെ മയ്യത്തടക്കം എല്ലാം ഇവിടെയായിരുന്നു. ഞാൻ ആ ഒരു വഴി നിങ്ങൾ വരുമ്പോ നടന്നു വന്നില്ലേ, ആ ഒരു വഴി സത്യം പറഞ്ഞാൽ ഇന്ന് വേനൽക്കാലാണ്. പക്ഷെ എൻ്റെ ഉപ്പ മരിക്കുന്ന സമയത്ത് അത് മഴക്കാലത്താണ് എൻ്റെ ഉപ്പ മരിക്കുന്നത്. ഏകദേശം 6-7 മാസത്തിന്റെ അടുത്തായി. അപ്പോ എൻ്റെ കല്യാണത്തിനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കൂടിയായിരുന്നു. പക്ഷെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല, മണ്ഡപത്തിലായിരുന്നു. പക്ഷെ എൻ്റെ ഉപ്പ മരിച്ച ടൈമിൽ ഒരു 200 പേര് പോലും വന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത് ചിലപ്പോൾ നമ്മുടെ വീടും നമ്മുടെ സാഹചര്യവും നമ്മുടെ സിറ്റുവേഷനും വഴികളും, അതാരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വഴികൾ വെച്ച് നടക്കാൻ പറ്റാത്ത സ്ഥിതിക്കായിരുന്നു. അങ്ങനെ ഞാൻ മയ്യത്തിൻകട്ടിൽ ഇങ്ങനെ ഞാനും എൻ്റെ അളിയനും ഇവരൊക്കെ ഈ ഒരു ഇടവഴിയിലൂടെ കയറ്റി ഇങ്ങനെ പോകുമ്പോൾ മനസ്സിൽ 2 വിങ്ങലുള്ളേ. ഈ മയ്യത്തിൻകട്ടിൽ അതായത് കയ്യിൽ നിന്ന് വീകുവോ, നമ്മുടെ കാലും എങ്ങനെ മടങ്ങി, അത് കല്ലൊക്കെ ഇങ്ങനെയുള്ള കല്ലിൽ വഴിക്ക് വീഴുവോ, അതായത് കയ്യിൽ നിന്ന് പോവോ എന്നുള്ള ബേജാറിലാണ് നമ്മൾ അങ്ങോട്ട് എത്തുന്നത്. അന്ന് ഞാൻ തീരുമാനിച്ച് എൻ്റെ വാപ്പൻ്റെ ഒരു സിറ്റുവേഷൻ, അതായത് വാപ്പനെ കൊണ്ടുപോയ ഒരു സിറ്റുവേഷൻ, ഇനി എൻ്റെ പെരയിൽ ഇനി വേറെ ആർക്കും വരരുത് എന്നുള്ളൊരു, അതായത് ഇപ്പം നാളെ ഇപ്പം ഞാൻ പോവാം, എൻ്റെ വീട്ടിലാരെങ്കിലും പോവാം. അപ്പോൾ ഈ വരുന്ന ആളുകൾ ആ മയ്യത്ത് ഏറ്റിയിട്ടാണ് എൻ്റെ കാല് കേടന്ന്, ആ മയ്യത്തിൻ്റെ ഓൻ്റെ ആ മയ്യത്ത് കാണാൻ പോയിട്ട് എൻ്റെ കാല് കേടന്നു, അല്ലെങ്കിൽ കാല് ചളിയായി എന്നൊക്കെ ഒരാൾ പറയുമ്പോൾ നമുക്കതൊരു വേദനയാണ്. അപ്പോൾ പിന്നെ നല്ലൊരു വീട്ടിലോട്ട് മാറി. ആ നല്ല വീട് നമുക്ക് വഴിയെ കാണാം. എനിക്കിനി ഈ വീട് കാണാനുള്ള തിരക്കായി. സത്യം പറഞ്ഞാൽ നല്ല വീട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നല്ല വീട് ഇതാണ്. കാരണം ഇതുകൊണ്ടാണ് നമ്മളിത് വിൽക്കാത്തതും ഒരാൾക്ക് പോലും ഒന്നും കൊടുക്കാത്തതും. വാടകയ്ക്കൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മ പറഞ്ഞ എന്താ വെച്ചാൽ പിന്നെ എനിക്ക് വീട്ടിൽ വരാൻ പറ്റുമോ, എനിക്കൊരു പ്രൈവസി അല്ലേ. ഞങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ വീടിന്റെ ഓരോ ഉയർച്ചകൾ പറഞ്ഞില്ലേ, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ ചുമരാ. ഇതെന്റെ ഉയർച്ചകളാട്ടോ. അതായത് കുറച്ച് പൈസ വന്നപ്പോൾ ഞാൻ ഈ വീട് പൊക്കണം എന്നുള്ളതായിരുന്നു. കാരണം ഇത് ഇത്രയും താന്നിട്ട് ഈ ഷീറ്റ് പിന്നെ ഞാൻ അങ്ങോട്ട് ഇറക്കി. ഈ ഷീറ്റായിരുന്നു എൻ്റെ വീടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്ക് ആ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വീട് ഇപ്പം എൻ്റെ കുടുംബക്കാരാണ് കേട്ടോ അവർ. ആ ഒരു വീടും ഈ ഒരു വീടും ഒരേ ടൈമിലാണ് കയറ്റിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതിൻ്റെ കോലാണ് അവിടുന്ന് നേരെ ഈ ഒരു തേപ്പായാലും ഇവിടുന്ന് വീട് പൊക്കി. മറ്റേന്ന് വെച്ചാൽ ഇത്ര ഉയരാൻ നമുക്കുള്ളൂ. ഞാൻ ഇവിടുന്ന് കൈയൊക്കെ പൊക്കുമ്പോൾ കുപ്പായൊക്കെ വരുമ്പോൾ കൈ ഫാനുമൊക്കെ എത്ര വട്ടം തട്ടിയിട്ട് കൈ മുറിഞ്ഞു പോയിട്ടുണ്ട്. കയ്യുമ്മ മുറിയോ, അതായത് ഇത്ര ഉയരം ഉണ്ടാവുള്ളൂ. ഇതാണ് കേട്ടോ, ഇവിടെ ഫാനും കൂടി ഇത്ര ലെവൽ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ തലടക്കം മുട്ടും. ആ ഒരു ലെവലിലായിരുന്നു ഈ വീടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് എൻ്റെ കല്യാണത്തിനും എൻ്റെ പെങ്ങളുടെ കല്യാണത്തിനൊക്കെ ഈ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു സിറ്റ് ഔട്ട്, എത്രയോ പേർക്ക് ഇരിക്കാനുള്ള ഒരു തിണ്ണ, നമ്മുടെ നാട്ടിൽ ഇതിന് തിണ്ണാന്ന് പറയും. പിന്നെ വിശാലമായ ഒരു മുറ്റം, 5 സെന്റ് വീടാട്ടോ, 5 സെന്റുള്ള സ്ഥലത്തുള്ള വീടാ. ഒരു വിശാലമായ ഒരു ഹാള്, ഒരു ഡൈനിങ് ഹാള്, പിന്നെ ഇവിടെ തന്നെ TV, 3 ബെഡ്റൂം ഉണ്ട്. അതായത്
ഇത് ഉമ്മന്റെ ഉപ്പന്റെ റൂമായിരുന്നു, ഇത് സിസ്റ്ററിന്റെ റൂമായിരുന്നു, ഇത് ഞാനും എന്റെ വൈഫിന്റെ റൂമായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം. റൂം കൊടുത്തിരുന്നില്ലേ അപ്പൊ ഇവിടെ? ഒരു സിസ്റ്റർ ആദ്യം കല്യാണം കഴിഞ്ഞ് പോയായിരുന്നു, ആദ്യമേ പോയതുകൊണ്ട് ഓള് ഫസ്റ്റ് മുമ്പ് പോയി. ഒരു സിസ്റ്ററിന്റെ അടുത്ത കല്യാണം കഴിഞ്ഞ്, അപ്പൊ അവൾക്കായിട്ടുള്ള റൂം ബാക്കിയുള്ളത് ഇനിയിപ്പോ മൂത്ത സിസ്റ്റർ വരികയാണെന്നുണ്ടെങ്കിൽ ഉമ്മ മാറി ഉമ്മ ഹാളിൽ കിടക്കും, അപ്പൊ അവരവിടെ കിടക്കും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റില് എന്നാലും മനസ്സമാധാനം ഉണ്ടായിരുന്നു. ഇത് എന്റെ ബെഡ്റൂമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ചെറിയ റൂമാണെങ്കിൽ പോലും ഞാനിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കല, കാരണം കുറെ ദിവസം ഇവിടെ കടന്നതല്ലേ, അതിനൊന്നും കടന്ന് ഉറക്കം വരുന്നില്ലെന്നേ. ഇതാണ് സത്യം പറഞ്ഞ എൻ്റെ ഉപ്പൊക്കെ ലാസ്റ്റ് എന്താണ് ഈ അന്ത്യശ്വാസം എന്നൊക്കെ പറയില്ലേ, അതായത് ഉപ്പാന്റെ മരണമൊക്കെ ഈ റൂമിലായിരുന്നു, മയ്യത്ത് കുളിപ്പിക്കലും. അതായത് ഈ റൂമിലാണ് എൻ്റെ ഉമ്മ ഇരിക്കാന്ന് പറയും, അതായത് ഉപ്പാനെ മയ്യത്ത് കുളിപ്പിച്ച റൂമിലാണ് ഇവര് ഇരിക്കേണ്ടത്. 4 മാസം 10 ദിവസം 10 ദിവസം പുറത്താരെയും കാണാനോ അല്ലാതെ അങ്ങനെ അത് മുണ്ടൊക്കെ ചെയ്യാം, പുറത്തൊന്നും കാണാതെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര ഒരു സിറ്റുവേഷനാണ് അത്. ഇവിടെ ഒന്നും അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഉമ്മക്ക്. അതായത് അടുക്കള സാധനങ്ങൾ വരെ, പച്ചക്കറിയും അരിയും വരെ ഇവിടെ ഉണ്ട്. അതായത് ഉമ്മ വന്ന് ഇടക്കൊക്കെ അരിയും ചോറൊക്കെ വെക്കും. പിന്നെ ഒരു പഴയ ആൾക്കാരാണ്. ഞാൻ പിന്നെ ഉമ്മയുടെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കലില്ല. അതായത് ഉമ്മ പറയണത് ഇത് വിൽക്കണ്ട, ഇത് വാടകയ്ക്ക് കൊടുക്കണ്ട, എനിക്ക് ഇങ്ങോട്ട് വരണം, നിങ്ങൾ വന്നോളി, കുഴപ്പമില്ല, കുറച്ചു നേരം അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോ ഇഷ്ടങ്ങൾക്ക് നമുക്ക് എതിരെ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാൻ എൻ്റെ ഉപ്പക്കും ഉമ്മക്കും ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ ഒരു അഷ്കർ മുക്കം എന്ന് പറഞ്ഞ ഒരാളെയും കൊണ്ട് ഗിഫ്റ്റ് ചെയ്യിപ്പിച്ചാണ്. അതായത് ഇതാണ് എൻ്റെ ഉപ്പ ഗൈസ്, ഇത് ഉമ്മി. അതായത് ഭയങ്കര ഇത് കണ്ടതിന് സങ്കടം വരും. അതായത് ഉമ്മ ഇത് ഇവിടുന്ന് എങ്ങോട്ടും മാറ്റാതെ ഇത് ഒളിപ്പിച്ച് കാരണം ഭയങ്കര സെക്യൂർഡായിട്ട് എടുത്തു വെച്ചിരുന്നു. കുറേ തുണികളൊക്കെ പൊതിഞ്ഞ്. ഉപ്പാക്ക് ഈ വീടാ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഫ്രെയിം പോലും ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഇഷ്ടമല്ല. അപ്പോൾ അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, ഒരു കാരണവശാലും വാടകയ്ക്ക് കിട്ടുന്നതല്ല എന്നുള്ള കാര്യം ഇല്ല. അതൊക്കെ ഇനി നമ്മള് ആ വീടൊക്കെ എന്തെങ്കിലും ഇനിയിപ്പോ എന്തെങ്കിലും ഫിനാൻഷ്യലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ ഈ വീട് നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ഇതാണ് എന്റെ ഫുൾ ഫാമിലി ഗൈസ്. പഴയതൊന്നും ഇവിടുന്ന് കൊണ്ടുപോയില്ല, അതൊക്കെ ഈ പെരയിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ പെരനെ നമ്മൾ ഒരിക്കലും മറക്കരുത്. എപ്പൊ തിരിച്ചു വന്നാലും ഇതെല്ലാം ഇവിടെ ഉണ്ടാവുകയും ചെയ്യണം. അതേപോലെ ഉപ്പന്റെ എല്ലാ ഡ്രസ്സുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഉപ്പന്റെ ചെരുപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറേ സാധനം ഉപ്പന്റെ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ അടുക്കള ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാല് ആദ്യമായിട്ട് നൗഫൽ ഒരു ഈ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങിയത് അവിടെ നിന്നല്ലേ? ഞാൻ എന്റെ ഇൻട്രോ തുടങ്ങുന്ന എവിടെ നിന്ന് അറിയോ? ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. കിച്ചണൊക്കെ കണ്ടില്ലേ? കിച്ചൺ എല്ലാം സെറ്റാണ്. ഫ്രിഡ്ജും ഞാൻ ഇപ്പോ ഫ്രിഡ്ജ് ഇവിടെ സെറ്റാണ്. ഇവിടെ പുതിയ വീട്ടിലേക്ക് പോയെങ്കിലും പഴം അടക്കം എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കിച്ചണിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രോ തുടങ്ങുന്നത്. ഹേ ഗൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തുടങ്ങും. ഹേ ഗൈസ് വരൂ. അതായത് ഇവിടെ ക്യാമറ വെക്കും, ഇവിടെ ക്യാമറ വെച്ചിട്ട് അങ്ങോട്ട് പിടിക്കും, അതാണ് അടുപ്പ്. വീഡിയോയിലൊക്കെ നമ്മൾ 5 ഇടുമ്പോ വലിയ അടുക്കളയായിട്ട് തോന്നും, പക്ഷെ ഇത് ചെറിയൊരു അടുക്കളയാണ്. ഇതിന്റെ വർക്കേരിയും കാര്യങ്ങളും, പുറത്തൊരു ബാത്റൂം, ചെറിയൊരു വാഷിംഗ് മെഷീൻ, കോഴിക്കൂട്, കോഴികളൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ മൊത്തം ജീവിതവും കഥയും. അതായത് തുടക്കമൊക്കെ ഇവിടുന്നാ, എല്ലാം ഇവിടുന്നാണ്. എന്തുകൊണ്ടും ഓരോ സ്റ്റെപ്പ് ഇവിടെ ടൈൽസ് ഒക്കെ ഇട്ടു. പിന്നെ ഞങ്ങള് ഈ വീട്ടിലേക്ക് ഏകദേശം എത്ര രൂപ മുടക്കിയിട്ടുണ്ടാവും അതിനുശേഷം? കോൺക്രീറ്റും ഈ പുറത്തെ വാതിലും ആ പുറത്തെ വാതിലും മാത്രം എൻ്റെ ഉമ്മാന്റെ അമ്മമാര് വെച്ച് ആങ്ങളമാര് ചെയ്തു കൊടുത്ത. അതിനുശേഷം ഈ വീട് ഇങ്ങനെ ആക്കി എടുത്തതൊക്കെ ഞാനാ. അതായത് കൂലിപ്പണി എടുത്തിട്ട് ആക്കിയിട്ടുണ്ട്, യൂട്യൂബിൽ നിന്നും ആക്കിയിട്ടുണ്ട്, അതായത് നമ്മൾ സോഷ്യൽ മീഡിയ ആയിട്ടും എല്ലായിടത്തുനിന്നും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ഏകദേശം ഒരു ധാരണയുണ്ടോ? ഏകദേശം ഒരു 5 ലക്ഷമൊക്കെ. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും ജീവിതം ഇങ്ങനെ മാറി മറിയോ എന്ന് എവിടെയെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു? ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ എനിക്കൊരിക്കലും വേറൊരു വീട് വെക്കാൻ പറ്റുന്നോ, വീട് വെക്കണം ായിരുന്നു. അതായത് റോഡ് സൈഡിൽ ഇനിയിപ്പോ ഇതിനേക്കാളും ചെറിയൊരു വീടാണെങ്കിൽ വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ഒരു വലിയ വീട് ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത് ലൈഫിലൊരു മിറാക്കൾ എന്നൊക്കെ പറയൂലേ, ആ ഒരു സംഭവം. എപ്പോഴാണ് നൗഫലിന് സ്വയം മനസ്സിലായത് ഓക്കെ യൂട്യൂബിൽ നിന്ന് പൈസ വരുന്നുണ്ട്, ഇത് വെച്ച് നമുക്കൊരു ജീവിതം ഉണ്ടാക്കി എടുക്കാന്ന്?
അല്ല, എല്ലാവരും പറയുന്നത് എനിക്ക് യൂട്യൂബിന്റെ പൈസ കൊണ്ട് മാത്രമാണ് ഞാൻ വീട് വെക്കുന്നതാണ്. ശരിക്കും യൂട്യൂബിന്റെ പൈസ മാത്രമല്ല, അല്ലാതെ എനിക്ക് ബിസിനസ്സുകളുണ്ട്. പക്ഷെ ഞാനിപ്പോ യൂട്യൂബിൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാവരും പറയുന്ന കാര്യം യൂട്യൂബിന്റെ പൈസ മാത്രമേ. ഞാനൊരു സിംഗറാണ്. അതായത് അത് ബർത്ത്ഡേ സോങ്ങും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ട്, വിഷ സോങ്, അതെല്ലാം പാടുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്കൊരു വരുമാനം, ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ചെലവിന് ഉപയോഗിച്ച് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ട് ഈ നമ്മൾ ജീവിതം പണ്ടേ പഠിച്ചതുകൊണ്ട് വല്ലാതെ പൈസ ചെലവാക്കലില്ല. ഇത് ഇന്നതിനാണെന്ന് ഉറപ്പിച്ചു വെക്കും. ആദ്യം ഇതുപോലെ ഒരു ബുള്ളറ്റ് വാങ്ങി, അത് അടവിന് വാങ്ങിയതാണ്. അതിന്റെ അടവ് വീട്ടിയതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ആദ്യം മനസ്സിൽ നമ്മൾ ലക്ഷ്യം വെക്കും, എന്നിട്ട് അത് വാങ്ങും. അല്ലാതെ ഒരുപാട് സ്വപ്നങ്ങൾ വെച്ച് എല്ലാതും പാടെ നോക്കി ഒന്നും നടക്കൂല. എന്നാലും നമ്മള് ഉമ്മയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തത് എന്തായിരിക്കും ആദ്യമായി കിട്ടിയ വരുമാനം കൊണ്ട്? ഉമ്മക്ക് 2 വളയെ വാങ്ങിക്കൊടുത്ത്, സ്വർണ്ണത്തിന് 2 വള വാങ്ങിക്കൊടുത്ത്. അത് ഉമ്മക്ക് ഏറ്റവും ആഗ്രഹമായിരുന്നു 2 വള. പക്ഷെ ഇന്നാ 2 വള ജ്വല്ലറിയില്ല കേട്ടോ. അത് ഒന്നാമത് എന്താ വെച്ചാൽ എന്റെ പുതിയ വീട് വെച്ചല്ലേ, അതുവരെ ലോൺ എടുക്കാതെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ലാസ്റ്റിലേക്ക് കുറച്ച് ഫിനാൻഷ്യലി ടൈറ്റ് വരുമ്പോൾ ഓലെന്നെ പറയുക ചെയ്ത്, ഇത് ഞങ്ങൾ വെറുതെ വീട്ടിൽ വെച്ചിട്ട് എന്തിനാ, ഇപ്പൊ വൈഫാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വെച്ചിട്ട് എന്തിനാ, ഞങ്ങൾ ഇത് കൊണ്ടുപോയി വിറ്റോളേ, അതായത് ഞങ്ങളുള്ള ടൈമിൽ ഞങ്ങൾക്ക് ഇത് വാങ്ങി തന്നാൽ മതിയായിരുന്നു. വൈഫിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തൊരു വലിയ കാര്യം എന്തായിരിക്കും? കിച്ചൺ. ഒരു അമേരിക്കൻ കിച്ചൺ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണല്ലേ വൈഫിന് കുറെ, അതായത് ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ വൈഫാണെന്നുണ്ടെങ്കിൽ ഉമ്മയാണെങ്കിൽ എല്ലാവരുടെ സാറ്റിസ്ഫാക്ഷനും വേണ്ടിയിട്ട് വേണം വീട് വെക്കണമെങ്കിൽ. കാരണം നമ്മളെക്കാൾ കൂടുതൽ അവരാണ് അവിടെ വീട്ടിലുണ്ടാവുക. അപ്പൊ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ചും കൂടി നമ്മൾ വീട് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആവും. ഇപ്പൊ കിച്ചൺ ആണെങ്കിലും അവര് പറഞ്ഞതിന് ചെയ്തു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് കിച്ചൺ ചെയ്യണമെങ്കിൽ അവിടെ വെറുതെ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാ. അങ്ങനെയല്ല, നിങ്ങളോട് അന്ന് പറഞ്ഞല്ലേ ഇത് ഇവിടുന്ന് മാറ്റാ, ഇത് ഓല് പറഞ്ഞതിനാന്ന് വെച്ചാൽ ഇന്നോടൊന്നും പറയാൻ നിൽക്കില്ലല്ലോ. അങ്ങനെ ഓരോ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കാം. ഇവിടെ പൂച്ചയുണ്ട്, കോഴിയുണ്ട്, പശുവുണ്ട്. പശു നമ്മളല്ല കേട്ടോ, അയലൊക്കെക്കാരേ പറയല്ലേ, അവര് നമ്മളെ തല്ലാൻ വരും. സോറി കേസ്, തൊട്ടടുത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടത്തെയാണെന്ന്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ആരാണെന്ന് ചോദിക്കാൻ വരുമായിരുന്നു. പ്രിയപ്പെട്ടത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൂച്ചനേക്കാൾ മുമ്പ് നമുക്കൊരു പൂച്ച ഉണ്ടായിരുന്നു. അത് ആള് ചത്തുപോയി. അപ്പോൾ ഇത് പിന്നെ ഉമ്മാക്ക് എന്താന്ന് വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും ഒരു മൃഗങ്ങൾ പോയി കഴിഞ്ഞാൽ അതിന് പകരം ഒന്നും കാണും. അപ്പൊ അങ്ങനെ കൊടുന്ന 2 ഉണ്ടായിരുന്നു. ഇപ്പൊ 1 ഉള്ളൂ. 1 വേറൊരാൾ കൊണ്ടുപോയി. 2 കൂടി നോക്കാൻ വെച്ച. കാരണം ഇവറ്റേക്ക് ഒരാഴ്ചക്ക് 300 രൂപയുടെ തീറ്റ വേണം. മനുഷ്യൻ തിന്നതിനേക്കാൾ കൂടുതൽ തിന്നാൻ വേണം. അപ്പൊ 2 600 ആവും. അപ്പം പറഞ്ഞു 1 മതി, 1 കൊടുത്താളാതാണ്. ഈ സത്യത്തില് നൗഫലിന്റെ വീഡിയോയുടെ ഒക്കെ ഒരു എന്താ പറയാ, ഇതിന്റെ യഥാർത്ഥ എസെൻസ് എന്ന് പറയുന്നത് ഉമ്മയാണ്. ഉമ്മ ഒരു ദിവസം വഴക്കിട്ടിരുന്ന എങ്ങനെ യൂട്യൂബ് വീഡിയോ പുറത്തിറക്കും? ഞാൻ ഭയങ്കര ടെൻഷനാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രം. കാരണം എനിക്ക് ഒന്ന് ചൂടാവാനും പറ്റൂല. കാരണം ഞാൻ ചൂടായി കഴിഞ്ഞാൽ നാളോ എല്ലാത്തിനും വല്ല കടുന്നല് കുത്തിയന്മാരും. അപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്ത് ഹലോ ഗായ്സ് എന്ന് വരുമ്പോ നോക്കുക. അപ്പൊ പിന്നെ നമുക്ക് ഒന്നും നടക്കൂല. ഞാൻ പരമാവധി എല്ലായിടത്തും ഞാൻ താന്നിക്കല. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഇന്ന് നിന്റെ വീഡിയോക്ക് ഒന്നും വരില്ല എന്ന് പറഞ്ഞോണ്ട് ഉമ്മ ആയാലും ഓളായാലും ഉമ്മ പറയൂല. ഉമ്മ എന്താന്ന് വെച്ചാൽ ഉമ്മാക്ക് ഇത് വീഡിയോ എന്താന്ന് തന്നെ ഉമ്മ അറിയില്ല. പക്ഷെ വൈഫ് ഇടക്കിടക്ക് തെറ്റുമ്പോ ഞാൻ നിങ്ങൾ വീഡിയോയിലൊന്നും നിൽക്കൂല. അത് കുറച്ച് ന്യൂജൻ ആൾക്കാരല്ലേ. ഉമ്മക്ക് എന്ത് വീഡിയോ വെച്ചിക്കണേ, ഉമ്മ ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ ഉമ്മ ഫുള്ള് ഓണാ. ഇവിടെ എന്താ പറയണ്ടെന്ന് ഉമ്മക്ക് അറിയൂല. ഇനി എന്തെങ്കിലും പറഞ്ഞിരുന്ന് കരയും ചെയ്യും. അതായത് ഇതിന്ന് പൈസ കിട്ടുന്നൊക്കെ ഇപ്പോഴും അറിയലോ തുടങ്ങിയാണ്. വീട് വെക്കുമ്പോഴാണ് അറിയണത് ഇതിന്ന് പൈസ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ. മറ്റേ ഫേമസ് താത്തേനെ അന്വേഷിച്ച ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് ഫേമസ് താത്തയുടെ അവസ്ഥ എന്തായിരുന്നു? ഫേമസ് താത്തന്റെ അവസ്ഥയേക്കാൾ കൂടുതൽ ഇപ്പൊ ഫേമസ് താത്ത ഉമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാരൊക്കെ ഉമ്മനെ സെൽഫി എടുക്കാൻ ഉമ്മ വിചാരിക്കും ഇത് എന്തൊക്കെ. അതായത് ഉമ്മാക്ക് അറിയൂല ഉമ്മ എന്താണ് ആയി തീർന്നതെന്ന് ഉമ്മാക്ക് അറിയൂല. ഉമ്മ അന്നൊരു ഇന്റർവ്യൂ വൈറലായി കഴിഞ്ഞപ്പോ ഫുള്ള് സെൽഫി ആയിരുന്നു. ഉമ്മന്റെ അടുത്ത് തന്നെ സെൽഫി. വാപ്പ വരെ എങ്ങനെ ആലോചിക്കുന്നത് എന്തപ്പോ സംഭവം. അല്ലെ, എവിടുന്ന് കിട്ടുന്ന ഈ തഗ് മറുപടികളൊക്കെ എനിക്ക് സത്യമായിട്ട് ഭയങ്കര അത്ഭുതം തോന്നി. ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധമില്ലാതെ നാട്ടില് മാത്രം ജീവിച്ച ഒരാള് അത് തഗ് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് പുറത്തൊക്കെ ആൾക്കാർ കാണുന്നുള്ള ഒരു ബോധമല്ല. ഇങ്ങനെ മറിച്ച് 4 ആള് കാണുമെന്ന് ഒന്ന് ആലോചിക്കും. അത് പറഞ്ഞ മോശം ഒന്നിങ്ങനെ പേടിച്ച് നിൽക്കും. ഒന്നുമില്ല, അരിക്ക് പെരി എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ പോരും. അതായത് നമ്മളെ വ്ളോഗും അങ്ങനെ തന്നെ. അതായത് ഞാൻ ഒന്നും എഡിറ്റിങ് അങ്ങനെ ഉണ്ടാവൂല. ഞങ്ങളുടെ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ഡ്രസ്സാണെങ്കിൽ അതിലിങ്ങനെ വ്ളോഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ വരുന്ന സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്തായിരിക്കും നൗഫലിന്റെ യൂട്യൂബ് ചാനലുകളെ ഇങ്ങനെ ഭയങ്കര അതിന്റെ ഒരു വിജയ രഹസ്യം എന്താണ്? വിജയ രഹസ്യം എന്താന്ന് വെച്ചാൽ ഞാൻ ഡെയിലി കണ്ടന്റ്സ് ഇടും. ഇപ്പൊ നമ്മുടെ ഇടങ്ങേറാണെന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഒരു മനുഷ്യന്റെ പോസിറ്റീവ് മാത്രം
നമ്മൾ ഇപ്പോൾ എൻ്റെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വീണയുടെ ആണെന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പോസിറ്റീവ് മാത്രം ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ അങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ പറയാൻ ശ്രമിക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിലിപ്പോൾ ഒരു കല്യാണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഫുൾ അപ്ഡേറ്റ് ഉണ്ടാവും. ഇനി അതല്ല എൻ്റെ വീട്ടിൽ വല്ല ഹോസ്പിറ്റൽ കേസും എന്തുണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ ആളുകൾ അറിയിക്കലുണ്ട്. എല്ലാം അറിയിക്കലുണ്ട്. അല്ല ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഞാൻ അറിയിക്കലുണ്ട്. കാരണം നമ്മൾ എപ്പോഴും നമ്മൾ വലിയവരാണെന്ന് പറഞ്ഞ് നിൽക്കലല്ല. നമുക്ക് എന്താണോ, കാരണം നമ്മളൊരു പ്രേക്ഷകരുടെ മുമ്പിൽ അഭിനയിക്കണേക്കാൾ കൂടുതൽ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 മണി എന്നുള്ള നേരത്തെ അവരിങ്ങനെ കാണാൻ നേരത്തെ നമ്മളെല്ലാം അറിയണം. അങ്ങനെ ഇത് പോകുന്നത്. Learn CA, CMA, ACCA, CS from India's #1 faculty pool, III Commerce Academy.